ഓ അനുമോളാട്ടോ, ഞാൻ ഇപ്പോഴും ഈ മെസ്സേജ് കാണണേ. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിലാണ് ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടത്. അത് ഏറ്റവും ടോപ്പിൽ കിടക്കുന്നത് മോളെയൊക്കെ വെച്ചിട്ട് എടുത്തിട്ടില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാട്ടോ ഈ വീഡിയോ പ്രൊഫൈൽ എന്തായാലും ഒത്തിരി സന്തോഷം. ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ ഒന്ന് എനിക്ക് അയക്കാം കേട്ടോ, ഫോൺ വിളിച്ച് സംസാരിക്കാം. അയ്യോ ഞാനിപ്പോൾ ദുബായിലാണുള്ളത്, അബുദാബിയിൽ. അപ്പം വാട്സപ്പിൽ സംസാരിക്കാം ചേച്ചി, എനിക്ക് നമ്പർ ചേച്ചിയുടെ. എന്താ ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഇത് സത്യമാണോ അതോ ഞാൻ സ്വപ്നം കാണുവാണോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ ഫോൺ തുറക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അനുമോൾ RS കാർത്തൂൻ്റെ ഒരു മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് കിടക്കുന്നു. ഞാനത് പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അന്നേരം എന്ത് ചെയ്യണം, ആരോട് പറയണം, ഒന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം ഞാൻ വിചാരിച്ചു ഞാൻ ഇനി സ്വപ്നത്തിൽ കാണുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എനിക്ക് സന്തോഷമായി. കാരണം അനുമോള് ബിഗ് ബോസ് വിന്നറാണിപ്പോൾ. പുള്ളിക്കാരി എന്നെ പോലെ ഒരു സാധാരണ ആൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ഇടേണ്ട കാര്യം അനുമോൾക്കില്ല. കാരണം അതൊരു ഗെയിം ഷോ ആയിരുന്നു, അത് കഴിഞ്ഞു. അതിനകത്ത് കുറെ പേര് സപ്പോർട്ട് ചെയ്ത് അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ഗെയിം അല്ലേ, അത് കഴിഞ്ഞല്ലോ, അത് വിചാരിച്ചിട്ട് പുള്ളിക്കാരിക്ക് വേണമെങ്കിൽ എന്നെ ഇഗ്നോർ ചെയ്തിട്ട് പോകാമായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനുമോൾക്ക് വേണ്ടി ആ വീഡിയോ ചെയ്തത് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഞാൻ ചെയ്ത ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അനുമോൾ എന്ന് പറയുന്ന ആള് എത്രത്തോളം റിയൽ ആണെന്നുള്ളത് എനിക്ക് ആ ഒരു മെസ്സേജും കൂടെ എനിക്ക് പേഴ്സണലി വന്നപ്പം എനിക്ക് അത്രയും ബോധ്യമായി. അനുമോൾ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും. കാരണം അനുമോൾ ബിഗ് ബോസിൽ എങ്ങനെയായിരുന്നു അത് തന്നെയാണ് ആള് പുറത്തും. അല്ലാതെ ആൾ അവിടെ ഒരു ഗെയിം ഷോ ആണെന്ന് വിചാരിച്ചിട്ട് ഫേക്ക് ആയിട്ട് അവിടെ നിൽക്കുകയായിരുന്നില്ല. എനിക്ക് 100% അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അങ്ങനെ മനസ്സിലൊരു ഇത് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടതും. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. പക്ഷെ ഇപ്പൊ എനിക്ക് എന്താ സന്തോഷം കൊണ്ട് നമുക്ക് എനിക്കൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥ. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. അതിനെല്ലാം കാരണമായത് നമ്മുടെ ഈ വീഡിയോ ഇത്രയും ഷെയർ ചെയ്തതും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്രയും എന്നെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരുപാട് ഒരേ മനസ്സുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ് ഇത്രയും വീഡിയോ ഒരുപാട് ആൾക്കാരിലേക്ക് റീച്ച് ആയത്. അതിനെല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ എല്ലാവരും ചോദിക്കും നീ എന്തിനാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത്, എനിക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു മറുപടിയും കൂടാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്നെ പോലെ തന്നെ അനുമോളെ സ്നേഹിക്കുന്ന വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. എൻ്റെ ഷോപ്പിലെ ചേച്ചിയാണ്. ഞാൻ പുള്ളിക്കാരി ഒന്ന് പരിചയപ്പെടുത്താം. അനുമോള് അഥവാ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അനുമോളെ ഒന്ന് പരിചയപ്പെടുത്തി തരണേ, എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ ആളാണ് സുജി ചേച്ചി. വാ, ഇതാണ് നമ്മുടെ ചേച്ചി. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുകയാണ് അനുമോളുടെ കോൾ എപ്പോഴാണ് വരുന്നത്. ഞാൻ എൻ്റെ ഫോൺ താഴെ വെക്കാതെ കയ്യിൽ കൊണ്ട് നടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും അനുമോളോട് സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആ വിശേഷങ്ങളെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.